മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഉൾപ്പെടെയുള്ള ഗഗൻയാൻ ദൌത്യത്തിലെ ബഹിരാകാശ യാത്രാ സംഘം വാർത്തകളിൽ നിറഞ്ഞപ്പോൾ ഏവരും ശ്രദ്ധിച്ച ഒന്നായിരുന്നു യാത്രികരുടെ യൂണിഫോം. ഇത് രൂപകൽപ്പന ചെയ്ത സംഘത്തിലുമുണ്ട് ഒരു മലയാളി. കുന്നംകുളം സ്വദേശിയും ബംഗളൂരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ BK മോഹൻകുമാർ. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ആവേശം സൃഷ്ടിക്കാൻ ഗഗൻയാനിന് കഴിവുണ്ട്. ബഹിരാകാശ യാത്രികന്റെ രൂപം ആ ആവേശത്തെ ശക്തമായി പ്രതിഫലിപ്പിക്കണം. വസ്ത്രത്തിലെ അസാധാരണമായ പാനലിംഗ് ബഹിരാകാശ പര്യവേക്ഷണ ശക്തികൾ എന്ന എലൈറ്റ് ക്ലബിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനത്തിന്റെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനമാണെന്ന് മോഹൻകുമാർ ഡിസൈനിനെക്കുറിച്ച് പറഞ്ഞു. ഇസ്രോ ബഹിരാകാശ സഞ്ചാരികളെ നിശ്ചയിച്ചപ്പോൾ തന്നെ അവർക്കൊരു യുണീക്ക് വിഷ്വൽ ഐഡൻറ്റിറ്റി, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇസ്രോ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരുപാട് ചർച്ചകളിൽ ഒടുവിലാണ് എസിമെട്രി എന്നുള്ള ഡിസൈൻ തീം ഞങ്ങൾ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അത് എസിമെട്രി പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം ഇത് 140 കോടി ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം കണ്ടു കഴിഞ്ഞ്. പിന്നെ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ സ്പേസ് ഏജൻസികളായിട്ടുള്ള നാസ, സ്പേസ് എക്സ്, റഷ്യൻ, യൂറോപ്യൻ സ്പേസ് ഏജൻസികളുടെയൊക്കെ ആസ്ട്രോനോട്ട്സിൻ്റെ ഡിസൈനിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്ത്യൻ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. പിന്നെ യൂത്ത്ഫുള്ളായിരിക്കണം, വളരെ എനർജറ്റിക് ആയിരിക്കണം, പിന്നെ വളരെ ഡൈനാമിക് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾ, അതായത് എസിമെട്രി എന്നുള്ള ഡിസൈൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തു. ബഹിരാകാശ യാത്രാ സംഘവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. 1 വർഷത്തോളം സമയമെടുത്താണ് ഡിസൈനിങ് പൂർത്തിയാക്കിയത്. ഗഗൻയാൻ യൂണിഫോം പദ്ധതിക്ക് തുടക്കമിട്ടപ്പോൾ നിഫ്റ്റ് ഡയറക്ടറായിരുന്ന സൂസൻ തോമസും മലയാളിയാണ്. ഇവരുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രൊഫസർ മോഹൻകുമാർ, പ്രൊഫസർ ജോണലി ഡി ബാജ്പേയി, നിഫ്റ്റ് 2022 ബാച്ചിലെ വിദ്യാർത്ഥികളായ മലയാളി വിദ്യാർത്ഥിനി ലാമിയ അനീസ്, സമർപ്പൻ പ്രധാൻ, തുലിയ ദൊരെ എന്നിവരാണ് സ്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതിനുള്ള ചുമതലയിൽ ഒപ്പുവെച്ചത്. അസമമിതിയാണ് ഡിസൈനിനായി തിരഞ്ഞെടുത്ത പ്രമേയം. സംഘം ISROയ്ക്ക് സമർപ്പിച്ച 70 ഡിസൈനുകളിൽ നിന്നാണ് ഗഗനചാരികൾ ധരിച്ച സ്യൂട്ട് തിരഞ്ഞെടുത്തത്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫാഷൻ ഡിസൈനിങ്ങിൽ കമ്പമുണ്ടായിരുന്നു മോഹൻകുമാറിന്. ഭാര്യ ഡോക്ടർ ശില്പ, മക്കളായ വേദ്, മായ എന്നിവർക്കൊപ്പം ബംഗളൂരുവിലാണ് നിലവിൽ താമസം. ന്യൂസ് ഡെസ്ക് CCTV.